ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം നിങ്ങളുടെ ജൂലൈ 2025 എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോ ചാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. നിങ്ങളുടെ കറണ്ട് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന റെസനേറ്റിംഗ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ പിക്കപ്പ് ആയിൽ റീഡിങ്ങോ പിക്കച്ചാം റീഡിംഗ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ ഓൾറെഡി ചെയ്യാത്ത ടോപ്പിക്കായിരിക്കണം, ഓക്കെ, ഉണ്ട് എങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റീഡിങ് ഞാൻ ചെയ്തു തരുന്നതാണ്. അതുമാത്രമല്ല, റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജൂലൈ 2025 എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആദ്യം പൊതുവേ നിങ്ങളുടെ ജീവിതം ഈ 2025 ജൂലൈ മാസത്തിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ജീവിതം പൊതുവേ ജൂലൈ 2025 എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് 10 ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള കാർഡ്. വളരെ നല്ലൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ 10 ഓഫ് കപ്സ്. Clarify the death. Okay. ഫാമിലിയിൽ പൊതുവേ ഒരു നല്ലൊരു സമയം കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രഗിളും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസാനമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് വലിയ സുഖമല്ലാത്തൊരു സമയമാണ് നിങ്ങളുടെ ഫാമിലിയിൽ പൊതുവേ എങ്കിൽ, ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവേ എന്താ പറയുക, കുറച്ച് സ്ട്രഗിൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഒക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, തടസ്സങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ബുദ്ധിമുട്ടുകൾക്കും ആ ഒരു സ്ട്രഗിളിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരികയാണ്. ഓക്കെ, മാത്രമല്ല ജീവിതത്തിൽ കുറച്ചും കൂടെ സന്തോഷം ഉണ്ടാകുക, നല്ല സമാധാനം നിറഞ്ഞ സമയം ഉണ്ടാകുക, വളരെയധികം നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുക, അങ്ങനത്തെ ഒരു എനർജിയാണ് ജൂലൈ മാസത്തിൽ കാണുന്നത്. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും എന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതാണ്. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, നിങ്ങളത് നേടിയെടുത്തു എന്നുള്ള ആ ഒരു എന്താ പറയുക, സ്വയം അഭിമാനിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അതിലേക്ക് ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്, ഡെഫിനറ്റ്ലി മാറ്റങ്ങളുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്ന കുറേ മാറ്റങ്ങൾ വരുന്നു ജീവിതത്തിൽ. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടുതൽ സന്തോഷവും സമാധാനവും വരുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കും ഒരു സോളിഡ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിക്ക് എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാറ്റങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങൾ സ്ട്രഗിൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ജൂലൈ മാസത്തിൽ ആ ഒരു സിറ്റുവേഷൻ നേരെ മറിയാണ്. ഓക്കെ, നേരെ പോസിറ്റീവായിട്ട് മാറുകയാണ്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നിങ്ങളുടെ കരിയറിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. 2025 ജൂലൈ മാസത്തിൽ ഗ്രൂപ്പ് 1-ൻ്റെ കരിയർ എങ്ങനെയാകും? 2025 ജൂലൈ മാസത്തിൽ ഗ്രൂപ്പ് 1-ൻ്റെ കരിയർ എങ്ങനെയാകും? ഓക്കെ, നമുക്ക് 8 ഓഫ് പെൻഡക്കിൾസ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ്. ക്ലാരിഫൈ 8 ഓഫ് പെൻഡക്കിൾസ്. Clarify the 8 of Pentacles. Three of Cups.
ക്ലാരിഫൈ ദ 3 ഓഫ് കപ്സ്. താങ്ക് യു. 2 കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡുകൾ. ഓക്കെ, അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, പിന്നെ 8 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കരിയറിൽ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അതിന് എന്തൊക്കെ കാരണങ്ങളാണ് ഉള്ളത് അതെല്ലാം വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ജൂലൈ മാസത്തിൽ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഗോൾസ് നേടുന്നതിനും നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ജോലി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ ജോലി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട ആക്ഷൻസ് അതൊക്കെ വളരെ കൃത്യമായി എടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല സമയങ്ങളും കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള ചില മൊമെൻറ്റ്സ് കരിയറിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിലായിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരു വൈഡ് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടാകും. ഓക്കെ, ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ടാവും, സാലറിയിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ടാവും. അപ്പോൾ സന്തോഷം നിറഞ്ഞ കുറേ അവസരങ്ങളുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജോലിയിലുള്ള ആളുകൾ, അവർ നിങ്ങളോട് വളരെ സപ്പോർട്ടീവായിട്ട് കാണുന്നു, നിങ്ങളുമായി വളരെ കൊളാബറേറ്റീവായിട്ട് കാണുന്നു, വളരെയധികം സഹകരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ, ചോയ്സസ് ഓക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട്. ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും കരിയറിൽ. അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജോലി നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങളിലേക്ക് വരാം. ഈ ജൂലൈ ഒരു അവസാനത്തോടു കൂടെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു മിഡിൽ തൊട്ട് അവസാനത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ്, ജോലി ഓപ്പർച്യൂണിറ്റീസ് വരാം. അപ്പോൾ അവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് തോട്ട്സ് പാടില്ല. എന്നെക്കൊണ്ട് സാധിക്കുമോ സാധിക്കില്ല അങ്ങനത്തെ ഒന്നും തോന്നരുത്. നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അതിനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങൾ അത് ഓൾറെഡി എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അത് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങളൊരു കാര്യം ഏറ്റെടുക്കേണ്ടത്. അത് ജോലിയുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കതിങ്ങനെ നിങ്ങളിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങളോട് ചെയ്യാൻ പറയില്ല. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് തിരിച്ചറിവ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. അത് നിങ്ങൾക്കൊരു പ്രൂഫാണ്. പിന്നെ ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ടെന്നുള്ളതൊക്കെ പ്രത്യേകം റെസ്യൂമിൽ കാണിക്കാനായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരു റെക്കോർഡിക്കലി നിങ്ങൾക്ക് പറയാം, ഈ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ ഇന്ന സ്കിൽസ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് നിങ്ങളിലേക്ക് എത്തുന്നത് സഹായിക്കുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഒരു എന്താ പറയുക, എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല അങ്ങനത്തെ ചിന്തകൾ കൊണ്ട് നിങ്ങളിത് വേണ്ടാന്ന് വെക്കരുത് എന്ന് കാണുന്നു. ഓക്കെ, വരുന്ന ഓപ്ഷൻസ്, വരുന്ന അവസരങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നമുക്കിനി അണ്ടർലൈങ് എനർജി 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടുന്നത്. നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക, ജോലിയിൽ ഒരുപാട് ഉന്നതികളിൽ എത്തുന്നതിനും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടുന്ന റൈറ്റ് ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ അവസരം കിട്ടുന്നത് ജൂലൈ മാസത്തിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്തുന്നതിന്, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്തുന്നതിന് വേണ്ടുന്ന ആക്ഷൻസ് നിങ്ങൾ എന്തൊക്കെയാണോ എടുക്കേണ്ടത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരുമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ പരീക്ഷ ആയിരിക്കില്ല, ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരവസ്ഥയായിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് സമയത്ത്, ആ ഒരു സമയത്ത്, അതായത് ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് വേണ്ടി ഇരുന്ന് വളരെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആണെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ പേര് ഇങ്ങനെ മനസ്സിൽ വരിക, അവർ ഈ ഫയലാണോ എടുക്കാമെന്നൊന്നും എനിക്കറിയില്ല. അനുപമ, ഞാൻ എന്നോട് എപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ആളാണ്. അനുപമയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അനുവിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അനു ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ ഇത് അനുവിൻ്റെ ഫയൽ തന്നെയാണ്. കാരണം എനിക്ക് ഈ ഒരു ഭാഗം വന്നപ്പോൾ അനുവിനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. പെട്ടെന്ന് അനുവിൻ്റെ ആ ഒരു കാര്യം, അനുവിൻ്റെ സ്റ്റഡീസിനെ സംബന്ധിച്ച്, കരിയറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട, നിങ്ങളുടെ ഫയൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ തന്നെ കരിയർ അത്രയും അസ്പയർ ചെയ്ത് ഒരു ഗോൾ, ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഇതിലുണ്ടായിരിക്കും.
നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയം ജൂലൈ മാസം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം, നല്ലവണ്ണം പരിശ്രമിക്കുക. കാരണം അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇനി വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അതിനുള്ള അവസരം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനും ഇനി കിട്ടി എന്ന് വരില്ല. ഓക്കെ, സമയം. ഇനി റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ പൊതുവെ എങ്ങനെയായിരിക്കും ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിന് 2025 ജൂലൈ മാസത്തിൽ ബന്ധങ്ങൾ എങ്ങനെയാകും? ഓക്കെ, കുടുംബ ബന്ധങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങളോട് എങ്ങനെ നിൽക്കുന്നു അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണോ, നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു, അതേ രീതിയിൽ അവർ പെരുമാറുന്നതായിട്ട് കാണുന്നു. ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, മ്യൂച്വൽ റെസ്പെക്ട് എനർജിയാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാനൊരു ശ്രമം ഉണ്ടാകും, ഇമോഷണലി ആകാം. ഓക്കെ, അല്ലാതെ ഏതെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമം ഉണ്ടാകും. പക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയുമ്പോൾ കൃത്യമായ ബൗണ്ടറി അവിടെ ഇടാം. ഓക്കെ, ഇനി ഫ്രണ്ട്സിൻ്റെ ഇടയിലും കൊളീഗ്സിൻ്റെ ഇടയിലും ഞാൻ കാണുന്നത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് കാണുന്നു. ഓക്കെ, അവരായിട്ട് നിങ്ങൾക്ക് കുറേ സമയം എൻജോയ് ചെയ്യാനൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പുറത്തൊക്കെ പോകുന്നുണ്ടാവും, കുറേ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ സമയം കാണുന്നുണ്ട്. പക്ഷെ മെച്ചുവേർഡായിട്ട് വേണം നിങ്ങളവിടെ ബിഹേവ് ചെയ്യാനെന്ന് എടുത്ത് പറയുന്നുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ഇമ്മെച്ചുവറായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതിനൊന്ന് ശ്രദ്ധിക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ ലവ് ലൈഫിൽ ഈ 2025 ജൂലൈ മാസം എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, ലവ് ലൈഫിൽ നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ ചാലഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്, ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്, ഒരു ചാലഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സമാധാനം നിറഞ്ഞൊരു സമയത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോവുകയാണ്. നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഒരു സ്വസ്ഥവും സമാധാനം നിറഞ്ഞൊരു സമയത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു ജൂലൈ മാസത്തിൽ. നിങ്ങൾ മാരീഡ് ആണെങ്കിലും ഈ പറഞ്ഞ കാര്യം അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ പാർട്ട്ണറിൽ വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ആ ക്ലാരിറ്റി കിട്ടുന്നത് എന്തൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യണം, ഒരു പാർട്ട്ണറെ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്തിനാണ് പ്രാധാന്യം കുറവ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നത് ജൂലൈ മാസത്തിലാണെന്ന് കാണുന്നു. ഓക്കെ, പൊതുവേ റിലേഷൻഷിപ്പിൽ ഒരു സമാധാനം നിറഞ്ഞ സമയമാണ്. നമുക്ക് 6 ഓഫ് സോർട്സ് കിട്ടിയിരിക്കണം. അപ്പോൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറി കുറച്ചൊരു ശാന്തമായൊരു സമയമാണ് ബന്ധങ്ങളിൽ ജൂലൈ മാസം കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓരോ സെക്ഷനും നമുക്ക് ഗൈഡൻസ് നോക്കാം. അപ്പോൾ പൊതുവെ ജീവിതത്തിന് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ പൊതുവെ അവരുടെ ജീവിതത്തിന് ഈ ജൂലൈ മാസത്തിലേക്കായിട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിറ്റി നൽകാനുള്ളത്? നിങ്ങളോട് പറയുന്നുണ്ട്, ഈ അമിതമായി ചിന്തിക്കുന്ന, അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിക്കുന്ന പ്രവണതയുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നു. ഒരുപാട് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ജൂലൈ മാസത്തിൽ. അതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന തുടക്കങ്ങളാണ്. അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ, അങ്ങനത്തെ സമയങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ആയിരിക്കുക. ഓക്കെ, ആ മൊമെന്റിലേക്ക് ആയിരിക്കുക. ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, നല്ല നല്ല സമയങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിൽ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യണം. അപ്പോഴും നിങ്ങൾ അനാവശ്യമായിട്ട് ഓരോ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഭയങ്കരമായിട്ട്, ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറയാം, ചിലവരുണ്ട് ഒരുപാട് ചിരിച്ചു കഴിഞ്ഞ് പറയാം, അയ്യോ കുറേ ചിരിക്കേണ്ടല്ലോ, കരയാനാണോ, എന്തിനാ അങ്ങനെ ചിന്തിക്കണത്? ഓക്കെ, ആ നിമിഷം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും സങ്കടമുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നാണ്. അപ്പോൾ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കുക, കാരണം ഈ മൊമെൻറ്റ് സന്തോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കുക. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ നല്ല നല്ല സമയങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന, അതും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതായത് അങ്ങനെ എന്തെങ്കിലും ഒരു ആഘോഷം അല്ലെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും ആഘോഷിക്കാനുള്ള കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ആഘോഷിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും സ്നേഹവും കരുതലൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അത് അനുഭവിക്കുക. അവിടെ എന്തിനിപ്പോൾ ഇവരെന്നോട് ഇത്ര സ്നേഹം കാണിക്കണേ, എന്താണെന്നോ അവരുടെ ഉദ്ദേശം, ഇങ്ങനെ ചിന്തിച്ച് പോകണ്ടാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു ദോഷമായിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടാണ് അവർ പെരുമാറണമെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും.
നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും അവർ കാണിക്കുന്നത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത്. അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സ്നേഹം കാണിക്കുമ്പോൾ ഓക്കെ, പക്ഷെ ചൂഷണം ചെയ്യാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. കണ്ടോ, ഫാമിലിയിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു സമയം കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ എന്താ പറയുക, അച്ഛനമ്മ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഭയങ്കര സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ബോണ്ട് വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, സെക്യൂരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വരുന്നുണ്ട് ഈ ഒരു ജൂലൈ മാസത്തിൽ. ഒരുപാട് മാറ്റങ്ങൾ, പുതിയ തുടക്കങ്ങളുടെ ഭാഗമായിട്ട്. അപ്പം അതിനെയൊക്കെ നിങ്ങൾ സ്വീകരിക്കുക. ആ ഒരു പ്രസന്റ് മൊമെന്റിൽ തന്നെ ആയിരിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നു. ഓക്കെ, കഴിഞ്ഞു പോയതിനെ വിട്ടുകളയാം. പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ജീവിതത്തെ സംബന്ധിച്ച് പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ. നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു അത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജൂലൈ മാസത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി കരിയറുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ജൂലൈ മാസത്തിലേക്കായിട്ട് നൽകാനായിട്ടുള്ളത്? താങ്ക് യു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു മാസം. ഓക്കെ, നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന ടാസ്ക്, ഇതെല്ലാം നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പെർഫെക്റ്റ്ലി റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോ ഇത് റിസ്ക് കൂടുതലാണല്ലോ, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഈ പൊസിഷൻ ഞാൻ വിചാരിച്ചതിനേക്കാളും സീനിയർ ആണല്ലോ, എന്നെ കൊണ്ട് പറ്റും, അതില്ല, നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്ന ടാസ്ക് ആയിക്കോട്ടെ, നിങ്ങളിലേക്ക് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾ അതിന് റെഡിയാണ്. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ അതിനെ എക്സ്പ്ലോർ ചെയ്യുക, അതിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോകുക. നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട്, എത്രത്തോളം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു അത്രത്തോളം എക്സൈറ്റിംഗ് ആയിരിക്കും, അത്രത്തോളം റിവാർഡിംഗ് ആയിരിക്കും നിങ്ങളുടെ കരിയർ. ഓക്കെ, നിങ്ങളെടുക്കുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും, നിങ്ങളെടുക്കുന്ന ആ ഒരു നിങ്ങളിൽ തന്നെ നിങ്ങളുടെ കഴിവുകൾ വിശ്വസിച്ച് മുന്നോട്ട് പോയി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും, അത് ഉറപ്പാണ്. പിന്നെ ജോലിയിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകണം. ഓക്കെ, ജോലി വളരെ എന്താ പറയുക, മെച്ചോർഡായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ജോലിയുടെ കാര്യങ്ങൾ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുക. കുട്ടികളി പാടില്ല, കെയർലെസ്നെസ് പാടില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ ഉറപ്പിച്ച് ചെയ്യുക. ഡിസ്ട്രാക്റ്റഡ് ആയി എന്താ പറയുക, നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ഓക്കെ, വളരെയധികം ജോലിയിലായിരിക്കുമ്പോൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കി എല്ലാത്തിനും പിന്നെയാണ് പ്രാധാന്യം വരുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഏതിനൊക്കെയാണോ ഏതാണോ ആദ്യം ഡെഡ് ലൈൻ വരുന്നത് അതിനൊക്കെ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ജോലിയിൽ. പിന്നെ നിങ്ങളിലേക്ക് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുള്ള ചില ആളുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് ചില അവസരങ്ങൾ, ചില സപ്പോർട്ട്, ചില ഹെൽപ്പൊക്കെ വരും. അതിന് സാധ്യതയുണ്ട്. കാരണം നമുക്ക് അണ്ടർലൈൻ എനർജി നോക്കൂ, 3 of coins ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളുടെ കരിയറിൽ ഉയരുന്നതിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിന് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങൾ പരിചയമുള്ള വ്യക്തിയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിലൂടെ ആയിരിക്കും. ഓക്കെ, ആ വരുന്ന അവസരങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. ജൂലൈ മാസത്തിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നത്, അതിന് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അത് എക്സ്പ്ലോർ ചെയ്യുക. അത് തന്നെയാണ്. അതിന് വേറെ ഒരു എക്സ്ക്യൂസ് ഒന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ഓക്കെ, ഇനി ബന്ധങ്ങളെ സംബന്ധിച്ച് എന്ത് ഗൈഡൻസ് ആണ് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഈ ജൂലൈ മാസത്തിലേക്കായിട്ട് നൽകാനുള്ളത്? നിങ്ങളോട് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ അത് സെക്യൂറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇപ്പം ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തു, പക്ഷെ അവർക്ക് വളരെയധികം അവരെ ഖേദിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധുക്കളാണ്. ഓക്കെ, അവരതിൽ ആ തെറ്റ് തിരുത്താൻ അവരുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ശ്രമമുണ്ട്. അവരതിനെ അത്രയും ശ്രമിക്കുന്നുണ്ട്. അവർ ആ തെറ്റ് തിരുത്തുന്നതിനും ഇനി മേലിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുന്നതിനും അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിന് അവർ അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു അവസരം കൊടുക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. കഴിഞ്ഞതിനെ കഴിഞ്ഞു, അത് വിട്ട് എന്നാലും എന്നെ വേദനിപ്പിച്ചില്ല എന്ന് പറഞ്ഞിരിക്കാതെ അവരതിനായിട്ട് അത്രയും ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അവിടെ അതാണ് പോയിന്റ്. അവരത്രയും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന അതേ എഫേർട്ട് അവർ തിരിച്ചും എടുക്കുന്നുണ്ട്. അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവർക്കൊരു അവസരം കൊടുക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ശ്രദ്ധിക്കാൻ പറയുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഇമ്മെച്ചോർഡ് ആയിട്ടുള്ള ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പെരുമാറുമ്പോഴും
ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ചിലപ്പോൾ ആരൊക്കെയാണ് ഒരാൾക്ക് അവർ പുറമേ വളരെ ഒരു എന്താ പറയുക സ്നേഹവും കരുതലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവരുള്ളിൽ നിങ്ങളോട് ആ സ്നേഹവും കരുതലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. അവർ വളരെ സെൽഫിഷാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻറ്റ്യൂട്ടീവ്ലി ആ ആളെക്കുറിച്ച് ഇങ്ങനെ ഈ ആളാണോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആളാണ്. ഓക്കെ, അതാണ് കൺഫർമേഷൻ, ആ ആളാണ്. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കുക. അവരായിട്ടൊരു ബൗണ്ടറി നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരായിട്ട് യാതൊരു കാരണവശാലും ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ എന്താ ഒരു കെയർലെസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഗോസിപ്പ് അതൊന്നും നിങ്ങളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യാതിരിക്കുക. ഇനി അവർ പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിലേക്ക് വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻജോയ് ചെയ്യേണ്ടത് എൻജോയ് ചെയ്തോളൂ, ആ പെരിഫറലായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തോളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നാളെ ദോഷം വരുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിൽ തന്നെയുള്ള ചില ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നിയ കക്ഷിയുണ്ടല്ലോ, അവർ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ റിസ്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വഴക്കും കാര്യങ്ങളും കഴിഞ്ഞതാണ്. ആ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ചിലപ്പോൾ അതിൽ നിങ്ങൾ ഒരു ബന്ധം അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് അപ്പോൾ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക. വീണ്ടും അതിനെക്കുറിച്ച് ഇങ്ങനെ ചെയ്ത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ, ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞ ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കാം, തമ്മിലൊരു വഴക്കോ കാര്യങ്ങളോ ഉണ്ടായി, അത് കഴിഞ്ഞു പോയി. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ച് ഒരു ധാരണയിലെത്തുക. ഡെഫിനറ്റ്ലി അത് ചെയ്യണം. അവിടെ നിങ്ങളുടെ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആള് റെസ്പോൺസിബിലിറ്റി എടുക്കണം, അതൊക്കെ വേണം. പക്ഷേ അതിനെക്കുറിച്ച് വീണ്ടും 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 പറയാതിരിക്കാം. ഓക്കെ, അവിടെ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയതാണ്. അതിൽ നിങ്ങൾ രണ്ടുപേരും പഠിക്കേണ്ടതായിട്ടുള്ള പാഠങ്ങളുണ്ട്, അത് പഠിച്ച് മുന്നോട്ട് പോകുക. അതിനെക്കുറിച്ച് വീണ്ടും നിങ്ങളുടെ ഈ ഒരു സംസാരങ്ങളിൽ അത് കൊണ്ടുവരാതിരിക്കുക. അത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളെടുക്കുന്ന ആക്ഷൻസ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ ഓക്കെ കളക്റ്റീവ് ഗ്രൂപ്പ് കളക്റ്റീവ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പെരുമാറുന്ന രീതി, ഈ കാര്യങ്ങളൊക്കെ അതെങ്ങനെയായിരിക്കണം, നിങ്ങൾ എന്താണ് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കാണ് ഒരു കൺട്രോൾ ഉണ്ടാകേണ്ടത്. ഓക്കെ, ഒരു കാരണവശാലും വികാരങ്ങളുടെ പുറത്ത് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പോകാതിരിക്കുക. നിങ്ങൾ വളരെ എന്താ പറയുക മെച്ചുവേർഡായിട്ട് ആ റിലേഷൻഷിപ്പിനെ ഡിസേർവ് ചെയ്യുന്ന റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട് എന്ന് കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും വീണ്ടും കാണുന്നുണ്ട് ഈ ഓവർ തിങ്കിങ്. ഓക്കെ, അങ്ങനെയാവും ഇങ്ങനെയാവും അങ്ങനത്തെ കുറേ ചിന്തകൾ കാട് കയറി ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊരു ടെൻഡൻസി നിങ്ങളുടെ ഭാഗത്ത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്കിത് മനസ്സിലായില്ല, എനിക്കൊരു ക്ലാരിറ്റി വേണം, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെയൊക്കെ വളരെ സമാധാനത്തിന് ചോദിച്ച് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, അതാണ് പറയണത്. വികാരങ്ങളുടെ പുറത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറയുന്നു. പിന്നെ സിംഗിളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വേറൊരാളെ തേടി പോവാതിരിക്കുക. ഓക്കെ, ആ ഒരു ഒറ്റപ്പെടൽ ഭീകരമായിരിക്കാം, പക്ഷെ ആ ഒറ്റപ്പെടലുമായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ അതിനോട് ഓക്കെ ആകണം. ആ ഒറ്റപ്പെടലിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങളുമായിട്ടാണ്. ആ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവും കരുതലും നിങ്ങൾ തന്നെ കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അപ്പോൾ അവിടെ നിങ്ങൾ അവരെ തേടി പോകേണ്ടി വരില്ല, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ എന്താ വേണ്ടത്, നിങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കെയർ, അത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ ആദ്യം കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ റൈറ്റ് പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഓക്കെ, എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുക. റിലീസ് ചെയ്യാനായിട്ട് ഈ ജൂലൈ മാസം ഉപയോഗിക്കുക. നിങ്ങളെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. കാരണം അണ്ടർലൈങ് എനർജി എന്ന് പറഞ്ഞാൽ എംപറസ് ആണ്. ഓക്കെ, എംപറർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ ഒരു ഡിവൈൻ യൂണിയന് ഒരു സമയമായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു ഹീലിങ്ങിൻ്റെ ഒക്കെ ഒരു ഫൈനൽ സ്റ്റേജാണ്. ഇനി സിംഗിൾ ആയിട്ടുള്ള ആളുകളോടാണ് പറയണം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഹീലാക്കുക. നിങ്ങൾക്ക് വേണ്ടുന്നതിൽ ക്ലാരിറ്റി കൊണ്ടുവരിക. ആ ക്ലാരിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക.
ഇത്രയുമാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ജൂലൈ മാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്കച്ചാം റീഡിംഗ് ആണ് ഗ്രൂപ്പ് 1 ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ കാർഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. നമുക്ക് RL എന്ന 2 അക്ഷരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനിഷ്യൽ, മിഡിൽ നെയിം ഇനിഷ്യൽ, ലാസ്റ്റ് നെയിം ഇനിഷ്യൽ, ഈ പറഞ്ഞ ലെറ്റേഴ്സ് ആയിരിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടാകാം. പിന്നെ ജൂലൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ, തീയതികൾ 3, 5, 8, 9, 11, 13, 18. ഇതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാം. അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പിന്നെ പ്രധാനപ്പെട്ട ആഴ്ചകൾ എന്ന് പറയുന്നത് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, വ്യാഴാഴ്ചയാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ദിവസങ്ങളിൽ, ഈ പറഞ്ഞ 3 ദിവസങ്ങളിൽ എന്തെങ്കിലും തുടങ്ങുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾ ജനിച്ചതും ആകാം. അതും ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് കാണുക. പിന്നെ വിന്റർ സീസൺ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. അതായത് നവംബർ, ഡിസംബർ, നമുക്ക് ഓൾറെഡി വിന്റർ സീസണിലെ പ്രധാനപ്പെട്ട മാസങ്ങൾ വന്നിട്ടുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആണ് വിന്റർ സീസണായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ ജനനമാസം ആയിരിക്കാം. ജൂലൈ മാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജൂലൈ മാസത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ റീഡ് ചെയ്തത്. ജൂലൈ മാസം നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഗൈഡൻസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുക. ജൂലൈ മാസം ഏറ്റവും മികച്ചതാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വളരെ മികച്ച ഒരു ജൂലൈ 2025 ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ജൂലൈ മാസം പൊതുവേ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനെ 2025 ജൂലൈ മാസത്തിൽ അവരുടെ ജീവിതത്തിൽ പൊതുവെ എങ്ങനെയായിരിക്കും? Clarify the 9 of Swords. Clarify the Chariot. ഓക്കെ, ജീവിതത്തിൽ നിങ്ങൾക്ക് പൊതുവേ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പേടി, ഒരു ഡിപ്രഷൻ പോലെ, ഒരു നിരാശ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭയം, ഒരു ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. ജൂലൈ മാസത്തിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് കാണുന്നുണ്ട് ജീവിതത്തിൽ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊരു വിജയം, നിങ്ങൾക്കൊരു നേട്ടം കാണുന്നു. മാത്രമല്ല നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ സ്റ്റേബിൾ ആകുന്നതും വളരെ ഗ്രൗണ്ടഡ് ആകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായ ആശങ്കകൾ, അനാവശ്യമായ ചിന്തകളൊന്നും നിങ്ങൾ അലട്ടുന്നില്ല. ജൂലൈ മാസത്തിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതം മുന്നേറും എന്നതിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാവില്ല ജൂലൈ മാസത്തിൽ. അപ്പോൾ ആ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറും എന്നുള്ളതിനുള്ള ഒരു ഉറപ്പ് നൽകുന്നത്. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഒരു ലൈഫിലൊരു സ്റ്റേബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അബണ്ടൻസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാകാം, കരിയറിലൊരു മുന്നേറ്റം ഉണ്ടാകാം, നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ നിങ്ങൾക്കൊരു നല്ല സമയം, അങ്ങനെയൊക്കെ ആവാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു അവസാനമാണ് കാണുന്നത്. കുറച്ചൊരു സന്തോഷം നിറഞ്ഞൊരു സമയം കാണുന്നു. എന്തായാലും ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം, ഓക്കെ, അതിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ജൂലൈ മാസത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ കരിയറിൽ എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, clarify the King of Cups. Clarify the Four of Pentacles.
ഓക്കെ, അപ്പോൾ നമ്മൾ കാർഡൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. 4 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സോർട്സ്, ഗോൾഡ്, 10 ഓഫ് സോർട്സ്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സമയം, അതായത് ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾ വളരെയധികം അനുഭവിക്കുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ചില അവസരങ്ങൾ, നിങ്ങൾ കുറേ നാളെ കാത്തിരുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് ഈ ജൂലൈ മാസത്തിലാണ് വരിക. കണ്ണടച്ച് തുറക്കുമ്പോൾ എന്നുള്ള പോലെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത്രയും നാൾ കാത്തിരുന്നപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും സംശയമുള്ള ഒരു സമയത്തായിരിക്കും ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവസരങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് സർപ്രൈസിങ് ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ എനർജി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആ വരുന്ന എനർജീനെ നിങ്ങൾ ഡെഫിനറ്റ്ലി സെലിബ്രേറ്റ് ചെയ്യുന്നു കാണുന്നു. നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ആ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ എനർജി വരുന്നുണ്ട്. ആ എനർജി നിങ്ങൾ ഡെഫിനറ്റ്ലി സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് ആ ഒരു പർട്ടിക്കുലർ എനർജി, അത് ഏത് രൂപത്തിലാണോ വരുന്നത്, അത് നിങ്ങളെ സഹായിക്കുന്നു കാണുന്നു. നിങ്ങളുടെ ആ ഒരു കരിയറിനെ സംബന്ധിച്ച് നിങ്ങളുടെ റിയാലിറ്റിയിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രഗിൾസ് ഒക്കെ അവസാനിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് അത് എന്താ പറയുക, നമ്മൾ പറയില്ലേ സ്വിച്ച് ഇട്ട പോലെ എന്നുള്ള രീതിയിലാണ് ആ സ്ട്രഗ്ലിംഗ് പീരീഡ് അവസാനിച്ച് ലൈഫിൽ ആ കരിയറിൽ ഒരു നല്ല സമയം വരുന്നത്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ലൈറ്റ്നിങ് സ്പീഡിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നടത്തി തരാനായിട്ട് യൂണിവേഴ്സ് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ജൂലൈ മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഒരു തെളിവ് കിട്ടുമ്പോൾ നിങ്ങൾ അതിനെ അക്നോളജ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയാം. പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു സംശയം പാടില്ല, യൂണിവേഴ്സ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്, എനിക്ക് നടത്തി തരില്ലേ എന്നൊക്കെ. ഓക്കെ, നടത്തി തരുമെന്നും കേൾക്കുന്നുണ്ടെന്നും അത് കൃത്യസമയത്ത് നടക്കേണ്ട രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം ജൂലൈ മാസത്തിൽ. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ഇനി ഒരു കൺഫർമേഷൻ വീണ്ടും ചോദിക്കാൻ പാടില്ല. അപ്പോൾ വളരെ നല്ലൊരു സമയം കാണുന്നു. ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൻ്റെ അവസാനം തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ അന്തരീക്ഷം, പുതിയ ആളുകൾ, പുതിയ അവസരങ്ങൾ, അത് ഈ പറഞ്ഞ ഏരിയയിലൊക്കെ ആവും നിങ്ങളുടെ കരിയറിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നത്. അത് നിങ്ങൾ അതിന് വേണ്ടി മുഴുവൻ തയ്യാറായിട്ടുണ്ടാവില്ല എന്നൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എനർജറ്റിക്കലി നിങ്ങൾ അലൈൻഡാണ്, അതുകൊണ്ടാണ് ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഈശ്വരനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അവിടെ നല്ലതാണ് സംഭവിക്കുക. ഓക്കെ, യൂണിവേഴ്സിൻ്റെ സംരക്ഷണം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ട്. ഇനി നിങ്ങളുടെ ബന്ധങ്ങളിൽ ജൂലൈ മാസത്തിൽ നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ഈ ജൂലൈ മാസത്തിൽ ഗ്രൂപ്പ് 2-ൻ്റെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാകും? ഇപ്പോഴത്തെ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ കുറച്ചും കൂടെ മികച്ചതാക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചുകൂടെ മെച്ചോറായിട്ട് എന്താ ഒരു പെരുമാറ്റ രീതികളൊക്കെ കാണുന്നു. അത് നിങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നാണെങ്കിലും അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, ഫാമിലിയിൽ മൊത്തത്തിൽ അപ്പോൾ ഒരു വലിയ മാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പൊതുവെ ഒരു ക്ഷമയൊക്കെയുള്ള, ഓക്കെ, കുറച്ചൊരു സമാധാനം നിറഞ്ഞൊരു സമയം എന്ന് നമുക്ക് പറയാം. ഇനി നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടുള്ള, അതുപോലെ നിങ്ങളുടെ കൊളീഗ്സുമായിട്ടുള്ള ബന്ധം ഈ ജൂലൈ മാസത്തിൽ എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, അവിടെ നിങ്ങൾ സൂക്ഷിക്കണം. നമുക്ക് മൂൺ കാർഡാണ് കിട്ടിയിരിക്കണേ. ചില സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കാനോ, ഓക്കെ, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കണം, നിങ്ങൾ എന്തിനെങ്കിലും പറ്റിക്കാനോ ചതിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കൊളീഗ്സ് ഇറക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ സെൽഫിഷ് റീസൺസിനാണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിനാണ് നിങ്ങളെ ബലിയാടാക്കുന്നത്. നിങ്ങളപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കാം. ഓക്കെ, കഴിവതും അവരൊക്കെ ആയിട്ടൊരു അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും ജൂലൈ മാസത്തിൽ. എന്തായാലും അവരെ ശ്രമിച്ചാലും അവരാ ചെയ്യുന്നതിനുള്ള ഫലം അവർ അനുഭവിക്കും, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നിങ്ങളെ യൂസ് ചെയ്യാനും നിങ്ങൾ അനുവദിക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ലവ് ലൈഫിൽ വളരെ നല്ലൊരു സമയം കാണുന്നു, വളരെ സന്തോഷം നിറഞ്ഞൊരു സമയം കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രണയ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയം കാണുന്നത്. ഓക്കെ, വളരെ സന്തോഷം നിറഞ്ഞൊരു സമയം കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കല്യാണം ആലോചിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കല്യാണം നോക്കുന്നുണ്ട് എങ്കിൽ
നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ജൂലൈ മാസത്തിൽ. ഓക്കെ, അപ്പോൾ ചില കല്യാണം ഉറക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ കല്യാണം ഉറക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ, നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്ററിനെ നിങ്ങൾ ഈ ജൂലൈ മാസത്തിൽ മീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എല്ലാം കൊണ്ടും വളരെ അനുകൂലമായൊരു സമയമാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ. ആ ഒരു എനർജി വളരെ നല്ല എനർജിയാണ്. നമുക്ക് സൺകാർഡ് കിട്ടിയിരിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ലൈഫ് അടിപൊളിയായിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ, കൊളീഗ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അവർ നിങ്ങളെ ചതിക്കാനോ പറ്റിക്കാനോ നിങ്ങളോട് കള്ളം പറയാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരുമായിട്ടും, പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ കൊളീഗ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഓരോ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ജോലിയിൽ അതിന് കൃത്യമായ പ്രൂഫും അതാരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവർക്കൊക്കെ ആ റിപ്പോർട്ട് എത്തിക്കുക. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം ഓരോ സെക്ഷനും. ഓക്കെ, പൊതുവേ ഗ്രൂപ്പ് 2-ൻ്റെ ജീവിതത്തിലേക്കായിട്ട് ഈ ജൂലൈ മാസത്തിന് സംബന്ധിച്ച് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഹെൽത്തി ബൗണ്ടറി വെക്കുക, പിന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഡിലേ ആവുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിലേ ചെയ്യാനായിട്ട് സാധിക്കും. പല നിങ്ങളുടെ സംശയങ്ങൾക്കും ക്ലാരിറ്റി കിട്ടുന്ന സമയമാണ്. പല സത്യങ്ങളും പുറത്തു വരുന്ന സമയമാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ നിൽക്കുന്നുണ്ടോ അതിനൊക്കെ ഉത്തരം കിട്ടുന്നൊരു മാസമാണ് ജൂലൈ മാസം. അപ്പോൾ ആ കിട്ടുന്ന ഉത്തരങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്കൊരു പുരോഗതി ഉണ്ട് എന്ന് കണ്ടു അല്ലേ? അത് നിങ്ങളോട് പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ അവസരത്തിന് ഉപയോഗിച്ച് മുന്നോട്ട് പോകുക. ഓക്കെ, ട്രസ്റ്റ് ദ അൺനോൺ. യൂണിവേഴ്സിനെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്ട്രഗിൾസ് അവസാനിക്കുകയാണ് ഈ ജൂലൈ മാസത്തിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വപ്നമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്, കുറേ നാളായിട്ട് പരിശ്രമിക്കുന്നു, അതിലൊരു മാറ്റം വന്നില്ല, ഇനി ലക്ഷ്യം അങ്ങോട്ട് ഉപേക്ഷിക്കാം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. ഓക്കെ, നിങ്ങളുടെ സ്ട്രഗിൾ അവസാനിക്കുകയാണ് ജൂലൈ മാസത്തിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാഗം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ജൂലൈ മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങളെ സഹായിക്കാനായി ചില വ്യക്തികൾ കടന്നു വരുന്നതാണ്. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവർ തരുന്ന സപ്പോർട്ട്, അത് ഏത് വിധേനയുള്ള സപ്പോർട്ടാണെങ്കിലും നിങ്ങൾ അത് സ്വീകരിക്കണം. ഈ ഒരു കിങ് ഓഫ് കപ്സ് എന്നൊക്കെ വീണ്ടും കിട്ടിയതാണ്. വാട്ടർ സൈൻ മെസ്കുലിൻ എനർജി. ഓക്കെ, വളരെ സ്വീറ്റ് കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തി. അവരുടെ ഈ സോഡിയാക് സൈൻ വാട്ടർ സൈൻ ആയിരിക്കും. സൺ മൂൺ റൈസിങ് സൈനിൽ ഏതെങ്കിലും ഒന്ന് വാട്ടർ സൈൻ ആയിരിക്കും. അവരായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഡ്രീം ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിന് അവരാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ അനുവദിക്കണം. അവരുടെ സപ്പോർട്ടുകൾ അതേത് വിധേനയാണെങ്കിലും നിങ്ങൾ സ്വീകരിക്കണം. ചിലപ്പോൾ അവർ ഓപ്പർച്യൂണിറ്റി കൊണ്ടാവും നിങ്ങളുടെ അടുത്തേക്ക് വരിക, അത് നിങ്ങൾ സ്വീകരിക്കുക. മനസ്സിലായല്ലോ? യെസ്, കണ്ടോ? അവർ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് കാണുന്നു. നിങ്ങൾക്ക് അത് സന്തോഷമായിരിക്കും എന്ന് കാണുന്നുണ്ട്. ഓൺലൈൻ ത്രൂ ആകും വരാനായിട്ട് സാധ്യത. നിങ്ങളോട് പറയുന്നത് വളരെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ പറയുന്നു. ഓക്കെ, ഏതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അതിനെ എക്സ്പ്ലോർ ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഏത് രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയാലും നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ നോ എന്ന് പറയരുത്. അതാണ് നിങ്ങളോട് പറയുന്നത്. ഇനി കാരണം നിങ്ങളുടെ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഈ ജൂലൈ മാസത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നിങ്ങളായി തന്നെ തട്ടിക്കളയാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഫാമിലി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം അവസാനിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ ഏതെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്യുക. ഭാരമായി തോന്നുന്നപ്പോഴാണ് നമ്മളൊരുപാട് എഫേർട്ട് എടുക്കുന്നു ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വലിയ ആവശ്യമൊന്നുമില്ല. അവർ കാര്യങ്ങൾ കാണാൻ, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, വളരെ സ്നേഹം കാണിക്കുന്നു. അത് കഴിഞ്ഞ് അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വേണ്ട. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ വേഗം തന്നെ പഴിചാരുക, നിങ്ങളെ കുറ്റപ്പെടുത്തുക, അങ്ങനെ. ഓക്കെ, അവരുടെ ജീവിതത്തിൽ സന്തോഷവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നിങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് സ്ഥാനമില്ല, വേറെ ആൾക്കാർക്കാണ് സ്ഥാനം. ഇങ്ങനത്തെ ആളുകളുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എത്രയൊക്കെയാണെങ്കിലും ബന്ധുക്കളല്ലേ അല്ലെങ്കിൽ എത്രയൊക്കെയാണെങ്കിലും ഒരു കുടുംബമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കാണുന്നു. അവരത് അർഹിക്കുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ അനാവശ്യ ഭാരം തോളിൽ ചോന്ന് നടക്കാതിരിക്കുക. ഇനി ഫ്രണ്ട്സും
കൊളീഗ്സുമായിട്ടുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് ഉള്ള ഗൈഡൻസ്. വളരെ ക്ഷമയോടെ വേണം നിങ്ങൾ അവരുടെ ഓരോ കാര്യങ്ങൾ, ശരിക്കും നിങ്ങൾ അവരെ വളരെയധികം അനലൈസ് ചെയ്ത് പോകുക. ഓക്കെ, അവർ എന്തൊരു കാര്യം പറഞ്ഞാലും ധൃതി വെച്ച് അവർ പറയുന്നതനുസരിച്ച് അവർ വിളിക്കുന്നിടത്തേക്ക് പോവുക, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ചെയ്തു കൊടുക്കുക പാടില്ല. നിങ്ങൾ ഒന്നൊരു സ്റ്റെപ്പ് പിന്നിലേക്ക് എടുത്തിട്ട് എന്താണെന്ന് ഈ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനിക്കുക. ചില ബന്ധങ്ങൾ അവസാനിച്ചു പോവും. ഓക്കെ, ചിലപ്പോൾ ചിലവർ ഓൾറെഡി നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ പുറത്തു വരുന്ന ഒരു മാസം കൂടി ആവും ജൂലൈ മാസം. ഞാൻ പറഞ്ഞല്ലോ, അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേഗം തന്നെ അവർ എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുണ്ട് ഈ ജൂലൈ മാസത്തിൽ. അപ്പോൾ അത് അവസാനിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, അങ്ങനത്തെ ആൾക്കാരെ ജീവിതത്തിൽ സുഹൃത്തുക്കളായിട്ട് കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള കണക്ഷൻ അവിടെ ഉപേക്ഷിക്കുക. ഓക്കെ, പിന്നെയും അവർക്ക് അവസരം കൊടുക്കാതിരിക്കുക. നിങ്ങളെ മുതലെടുക്കാൻ, നിങ്ങളെ ചൂഷണം ചെയ്യാൻ നിങ്ങൾ പിന്നെയും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ പിന്നെയും അവസരം കൊടുക്കാതിരിക്കുക. ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് ഈ ജൂലൈ മാസത്തിലേക്ക് നൽകാനുള്ളത്? നിങ്ങളോട് പറയുന്നത് എത്ര ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമോ. ഓക്കെ, വരുന്ന പോലെ ജീവിതത്തിൽ, ആ പ്രണയ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ആ പ്രസന്റ് മൊമെന്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് എത്ര എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, അത്രയും നല്ലൊരു സമയമായിരിക്കും നിങ്ങളുടെ വിവാഹ ജീവിതത്തിലാണെങ്കിലും പ്രണയ ജീവിതത്തിലാണെങ്കിലും ഈ ഒരു ജൂലൈ മാസം. ഓക്കെ, കൂടുതൽ സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ, സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടും. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താ പറയുക, വരുന്ന ആ ഒരു നിങ്ങളുടെ ആ പ്രണയ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അതുപോലെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോകുക. ഓക്കെ, വളരെ ഒരു ലൈറ്റ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടൊരു ടെൻഡൻസി ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പാടില്ല. നല്ല സമയങ്ങൾ വരുമ്പോൾ ആ നല്ല സമയങ്ങളിലായിരിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങളോട് പറയണേ. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ക്യാപ്സ്യൂൾ ക്ലൂസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജൂലൈ മാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീഡിംഗ് ആണ് ഗ്രൂപ്പ് 2-ന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് അവർക്ക് നൽകാനായിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ജൂൺ മാസവും മെയ് മാസം കിട്ടിയിട്ടുണ്ട്. ഇതിൽ രണ്ടേതെങ്കിലും നിങ്ങളുടെ ജനന മാസമായിരിക്കാം. പിന്നെ ഈ ജൂൺ മാസത്തിൽ മെയ് മാസത്തിൽ സംഭവിച്ചിട്ടുള്ള ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത വല്ല ജോബോ, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വല്ല ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കരിയറിലൊക്കെ ആയിട്ട് നിങ്ങൾ ചില ലക്ഷ്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ജൂലൈ മാസത്തിലായിരിക്കും. ഓക്കെ, പിന്നെ ഡി എന്ന ലെറ്ററാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഡി ആയിരിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ ഒരു ലെറ്റർ ഡി ഉണ്ടാകാം. ഓക്കെ, പിന്നെ 17-30 ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 2 തീയതികൾ. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവാം, എക്സ്ട്രാ കൺഫർമേഷൻ. പിന്നെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച 2 ദിവസം. ഈ പറയുന്ന ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആഴ്ചകളാണ് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച. ഇതിലേതെങ്കിലും ഒരു ആഴ്ച നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം, അത് എക്സ്ട്രാ കൺഫർമേഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ജൂലൈ മാസത്തിൽ, ഇപ്പോൾ പുതിയൊരു കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും 2 ദിവസത്തിൽ തുടങ്ങുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ള ഗൈഡൻസ് എല്ലാം കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ജൂലൈ മാസത്തിന് ഏറ്റവും മികച്ചതാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മികച്ച ഒരു ജൂലൈ 2025 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജൂലൈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. പൊതുവേ നിങ്ങൾക്ക് ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവേ ജൂലൈ മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിൽ കളക്ട് ചെയ്യണ്ടേ.
ജനറൽ ലൈഫ്, അവരുടെ ജീവിതത്തിൽ പൊതുവേ എങ്ങനെയായിരിക്കും ജൂലൈ മാസത്തിൽ? ഒരു ജനറൽ എനർജി അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും? ഓക്കെ, നമുക്ക് 3 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് 3 ഓഫ് കപ്സ്. ക്ലാരിഫൈ ദ 3 ഓഫ് കപ്സ്. Strength. Clarify the strength. Three of Swords. Clarify the 3 of Swords. Knight of Wands. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പൊതുവായിട്ട് നിങ്ങൾക്ക് ആഘോഷങ്ങളുടെ ഭാഗമാകാനൊക്കെ അവസരം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ആഘോഷിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുന്നു. ഓക്കെ, നിങ്ങളുടെ ചില വിജയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ചില നല്ല നല്ല നിമിഷങ്ങൾ ആഘോഷിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നു. പിന്നെ സുഹൃത്തുക്കളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളായിട്ട് ഒരു സമയം, നല്ല നല്ല സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു സഹായങ്ങൾ, ഓക്കെ, ഏതൊരു അവസ്ഥയിലും ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട്, നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക വേദന ഉണ്ടായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം, ആഗ്രഹിക്കുന്ന മാറ്റം നേടുന്നതിന് നിങ്ങൾ എന്നെ മുന്നിട്ട് വളരെ ധൈര്യത്തോടെ നേടിയെടുക്കും, ആ ഒരു ലക്ഷ്യത്തിൽ ഉറച്ചുകൊണ്ട് അതെന്തായാലും നേടിയെടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഒരു നിരാശയോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നു. കാരണം ജൂലൈ മാസത്തിൽ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, വളരെ ധൈര്യം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. പിന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവും. അതിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകും. എത്ര റിസ്ക് ഉണ്ടെങ്കിലും, എത്രത്തോളം നിങ്ങൾക്ക് എന്താ പറയുക എങ്ങനെ നേടിയെടുക്കും ചിലപ്പോൾ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ ഈശ്വരനെ വിശ്വസിച്ച് യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. അത് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളവിടെ ആ ഒരു മേഖലയിൽ നിങ്ങൾ വേദനയാണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വേദന കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് മുഴുവനുമായിട്ടൊരു എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ആ വേദന അനുഭവിച്ചതിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മുഴുവനായിട്ട് പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ മാറ്റം സംഭവിക്കുന്നതിനാണ്, അതിനു വേണ്ടി ആ മാറ്റം ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഈ ഒരു മേഖലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ മറന്നു പോകണം, എനിക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു അനുഭവം എന്നിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്യുകയാണ്, മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ ഞാൻ മാറ്റിയെടുക്കുകയാണ്, എൻ്റെ സന്തോഷത്തിനെ ഞാൻ തന്നെ കണ്ടെത്തുന്നു എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഓക്കെ, വളരെ അത് നിങ്ങൾക്ക് സ്വയം ഉണ്ടാകുന്നൊരു എൻകറേജ്മെൻ്റ് ആണെന്ന് കാണുന്നുണ്ട്. നിങ്ങളാരും പുഷ് ചെയ്യുന്നില്ല, നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട് ഞാൻ ഇത് മാറ്റണം, ഇങ്ങനെയായാൽ പറ്റില്ല, ഞാൻ മാറ്റിയെടുക്കണം, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഷിഫ്റ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരണമോ അതിനനുസരിച്ച് ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാനായിട്ടും ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ആ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് കാണുന്നു. അപ്പോൾ പൊതുവേ നല്ലൊരു സമയമാണ്, നിങ്ങൾ വളരെ ഇൻസ്പയർഡ് ആയിരിക്കും, നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്നു, നിങ്ങൾ ആ വിഷമത്തിൽ തന്നെ അങ്ങനെ ആയിരിക്കുന്നില്ല, നിങ്ങൾ വാട്ട്സ് നെക്സ്റ്റ് എന്ന് നോക്കി അതിലേക്ക് ഫോക്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു, നിങ്ങൾക്കത് കിട്ടിയില്ല, അയ്യോ അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇരിക്കല്ല നിങ്ങൾ ചെയ്യുക. ശരി, ഇനി അടുത്ത ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അടുത്ത ബെസ്റ്റ് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നോക്കി നിങ്ങൾ അതിന് വേണ്ടി പരിശ്രമിക്കും. നിങ്ങൾ ആ ഒരു നഷ്ടങ്ങളിൽ അങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നില്ല ജൂലൈ മാസത്തിൽ. ഇനി ഗ്രൂപ്പ് 3യുടെ കരിയർ ഈ ജൂലൈ 2025 എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 3യുടെ കരിയർ ഈ ജൂലൈ 2025 എങ്ങനെയായിരിക്കും? നമുക്ക് ഹാങ്ഡ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. The Fool.
ഓക്കെ. ഞാൻ കാണുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ജോബിലുള്ള നിങ്ങളുടെ സ്വപ്നം അത് നേടിയെടുക്കാനായിട്ട് നിങ്ങളാൽ കഴിഞ്ഞ രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടെ നിങ്ങൾ ഇപ്രാവശ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു ഡെഡ് ലൈൻ ഒന്നും വെക്കുന്നില്ല. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് യൂണിവേഴ്സിനോട് പറയുന്നു. അതിനനുസരിച്ച് നിങ്ങളാൽ കഴിഞ്ഞ രീതിയിൽ ആക്ഷൻസ് എടുക്കുന്നു. പക്ഷെ നിങ്ങൾ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നില്ല. ആ കാര്യം എപ്പോൾ നടക്കും എന്നിങ്ങനെ നോക്കി നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസും എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങളുടെ ആ ഒരു സ്വപ്നം, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അതും ചെയ്യുന്നു. അങ്ങനെ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാണ്. നിങ്ങളുടെ ആഗ്രഹത്തിൽ ഇങ്ങനെ എന്താ പറയണ്ടേ, അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ ഇതെപ്പം നടക്കും അങ്ങനെ ഒരു ഒബ്സഷൻ നിങ്ങൾക്കില്ല. നിങ്ങൾ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആഗ്രഹത്തിനെയും നിങ്ങളെയും നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുകയാണ്. ഓക്കെ. കാരണം അങ്ങനെ മുന്നോട്ട് പോയാലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ജൂലൈ മാസത്തിൽ. പിന്നെ മാത്രമല്ല, ഈ ഒരു കാര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഈ ഒരു മാസം കൃത്യമായി ഗൈഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. നിങ്ങളുടെ എന്താണോ സ്വപ്നം നിങ്ങളുടെ കരിയറിൽ, ഓക്കെ, അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഓരോ സമയം ഓരോ പോയിന്റിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനമെടുക്കണം, എന്ത് ചോയ്സ് എടുക്കണം, എന്ത് ആക്ഷൻ എടുക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഗൈഡൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങൾക്ക് നൽകുന്നത്. കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ യൂണിവേഴ്സിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾക്ക് യൂണിവേഴ്സാണ് പിന്നെ ഡയറക്റ്റ്ലി നിങ്ങളെ ഗൈഡ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെയാണ് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുക. ഓക്കെ. നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുന്ന സയൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഏഞ്ചൽ നമ്പേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇന്നതാണ് പറയണത്, ഇന്ന നമ്പർ കാണുന്നത്, ഇന്നതാണ് കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് നിങ്ങൾ അടുത്തത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളും യൂണിവേഴ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ. വളരെ അലൈൻഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു സമയമായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒരു ജോലിയിലെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നം അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കേണ്ടതോ പുതിയ സ്കിൽ എന്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതോ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ അവസരങ്ങൾ നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നു. നിങ്ങൾ പുതിയ പുതിയ അറിവുകൾ നേടുന്നു. എന്തൊക്കെ അറിവ് നേടിയാലാണോ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക അതൊക്കെ നിങ്ങൾ മാക്സിമം നേടിയെടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. ഓക്കെ. അപ്പോൾ ജോലി സംബന്ധമായിട്ടും നിങ്ങൾ ഒന്നിനെയും കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോവാണ്. ഓക്കെ. നിങ്ങളുടെ ജോലിയിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്തുകൊണ്ട്, അപ്പം നിങ്ങൾ അൺഎംപ്ലോയിഡ് ആണെങ്കിലും നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തു. അപ്പോൾ യൂണിവേഴ്സ് അത് കൃത്യസമയത്ത് കൊണ്ടുതരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അതെന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പല രീതിയിൽ നിങ്ങൾ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുന്നതിന് ശ്രമിച്ചിട്ടും അത് നടന്നിട്ടില്ല. നിങ്ങൾക്ക് ഇനി വേറൊരു വഴിയില്ല. ഓക്കെ. നിങ്ങളുടെ മുന്നിൽ ഇനി വേറൊരു വഴിയില്ല. അപ്പോൾ നിങ്ങളത് പറയണം. നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുമ്പോഴും അങ്ങനെയാവും പറഞ്ഞിട്ടുണ്ടാകുക. ഞാൻ പല തരത്തിന് ശ്രമിച്ചു, എനിക്ക് പറ്റുന്നില്ല, ഇനിയെല്ലാം യൂണിവേഴ്സ് തന്നെ നേടിത്തരാം. എനിക്ക് ഇനി അറിയില്ല, ഇനി എന്ത് ചെയ്യണം എനിക്ക് അറിയില്ല. അതുകൊണ്ട് യൂണിവേഴ്സ് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ഇതാണ്, അല്ലെങ്കിൽ ജോലിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സ്വപ്നം, എൻ്റെ ലക്ഷ്യം ഇതാണ്, ഈ ഒരു കാര്യം നടത്തി തരാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലതാണ് എനിക്കായിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളതെങ്കിൽ അതെനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുക. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണമോ എന്നുള്ളത് കൃത്യമായി എന്നെ ഗൈഡ് ചെയ്ത് തരിക എന്ന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ. എന്നിട്ട് നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ആയിക്കൊണ്ട് പോവാണ്. അതിനുള്ള അവസരം ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ കരിയറിൽ കാര്യങ്ങൾ മാറി മറിയാം. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങൾ എപ്പോഴാണോ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ടുള്ളത് ആ മൊമെന്റിൽ അവിടെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങി. ഇനി യൂണിവേഴ്സാണ് കാര്യങ്ങളൊക്കെ നേരിട്ട് ഇടപെട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ കരിയറിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു ജൂലൈ മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ പിന്നെ ഇനി വരുന്ന മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളത് അനുഭവിക്കുകയും ചെയ്യും. ഒരു കാര്യമായ ട്രാൻസ്ഫോർമേഷൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അതിനൊരു അങ്ങനെയാണ് നിങ്ങൾ ആയിരിക്കുക എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സറണ്ടറിങ് പൊസിഷനിലേക്ക് എത്തുന്നത്. ഓക്കെ. ഇനി കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് 2025 ജൂലൈ മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയായിരിക്കും? വളരെ നല്ലൊരു സമയം ആയിട്ട് കാണുന്നു. കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ. ഫാമിലി നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും സഹായങ്ങളും ചെയ്ത് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇമോഷണലി ആയിക്കോട്ടെ, അല്ലാതെയുള്ള സപ്പോർട്ടെല്ലാം നിങ്ങളുടെ ഫാമിലി തന്നുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
നല്ലൊരു സമയമാണ് കാണുന്നത്. ഓക്കെ, ഇനി സുഹൃത്ത് ബന്ധങ്ങളിൽ ഈ ജൂലൈ മാസം 2025 ജൂലൈ മാസത്തിലെ ഗ്രൂപ്പ് 3യുടെ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും? അപ്പോൾ അത് ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ അതിൽ പെടും കേട്ടോ. നല്ലൊരു സമയമായിട്ടാണ് വീണ്ടും കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്നൊരു സമയമായിട്ട് കാണുന്നു. ഒരു ഹീലിംഗ് ടൈം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി അവിടെ നല്ലൊരു സമയം, നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഉള്ള ഒരു സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എങ്ങനെയാണോ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം, നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളോട് പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു സുഹൃത്തിനെ നിങ്ങൾ പരിചയപ്പെടുന്നു, കണ്ടുമുട്ടുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ സപ്പോർട്ടീവായിട്ടുള്ള കൊളീഗ്സിനെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നത് ജൂലൈ മാസത്തിൽ. ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ജൂലൈ മാസം 2025 ജൂലൈ മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയായിരിക്കും? ഓക്കെ, പ്രണയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പം നിങ്ങൾ ഇങ്ങനെ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വളരെയധികം ആ ഒരു ബന്ധത്തിൽ ഫോക്കസ് ചെയ്ത് അവിടെ നിങ്ങളെടുക്കേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ വായ പറ്റില്ല, എൻ്റെ ഇങ്ങനെ മാറ്റം വരുത്തണം, ഇന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റണം, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലുണ്ടായിട്ട് നിങ്ങൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ എനർജിയിലായിട്ട് കാണുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊണ്ടുവരുന്നതിന് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു മാറ്റം ഉണ്ടാകുന്നതിന്. സിംഗിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ആ മാനിഫെസ്റ്റ് ചെയ്ത് ആ ഒരു വ്യക്തി വരുമ്പോഴേക്കും നിങ്ങളിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകണമോ ആ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു ജൂലൈ മാസത്തിൽ. പൊതുവേ ഒരു വളരെ നിങ്ങൾ പരസ്പരം പാർട്ട്നേഴ്സ് വിവാഹ ജീവിതത്തിലാണെങ്കിലും പ്രണയ ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ നല്ലൊരു കണക്ഷൻ കാണുന്നുണ്ട്. പരസ്പരം വളരെയധികം വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ മാത്രമല്ല എന്തിനും ഏതിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ അവിടെ ആവശ്യം വരുന്നത് ആ ആളെ മറ്റാൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു, കൂടെ നിൽക്കുന്നു. അങ്ങനത്തെ ഒരു എനർജിയും കൂടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, വളരെ നല്ലൊരു സമയം തന്നെയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾക്ക് പൊതുവേ നല്ലൊരു സമയമാണ്. പൊതുവേ ഒരു സ്വസ്ഥമായ സമയം, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ജൂലൈ മാസം എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, കരിയറിലാണെങ്കിൽ അതെ ട്രാൻസ്ഫോർമേഷൻ ആണ്. പക്ഷെ അവിടെ നിങ്ങൾ അതിലേക്ക് എത്ര ഫോക്കസ് ചെയ്യുന്നില്ല. അത് നടക്കും എന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നടക്കുമ്പോൾ അത് നടക്കട്ടെ, അതിൻ്റെ റൈറ്റ് ടൈമിൽ അത് നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ആകുന്നതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ധൈര്യമുണ്ട്. അതായത് അയ്യോ നടന്നില്ലെങ്കിലോ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല, നടക്കും, അതൊക്കെ ഉറപ്പാണ്. ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ആ ഒരു വിശ്വാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സും നിങ്ങളും തമ്മിൽ ഒരു കോ ക്രിയേഷൻ ആണ് ജൂലൈ മാസം, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും കാണുന്നത്. ഓക്കെ, വളരെ അലൈൻഡ് ആയിട്ട് നിങ്ങളും യൂണിവേഴ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായിട്ടൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇനി ഗൈഡൻസ് നോക്കാം നമുക്ക്. ഗ്രൂപ്പ് 3യുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജൂലൈ മാസത്തിലേക്ക് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? ഓക്കെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനായിട്ട് പ്രയത്നിക്കുക. ഓക്കെ, നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനായിട്ട് പ്രയത്നിക്കുക. അവിടെ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ പ്രയത്നിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നൊരു വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോഴും അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഡിസ്ട്രാക്റ്റഡ് ആകാതെ നിങ്ങളോട് പ്രവർത്തിക്കാനായിട്ട് പറയുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡൻസ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുന്നതിനും ഒരുപാട് അറിവുകൾ നേടുന്നതിനും ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട് ഈ ഒരു എന്താ പറയണ്ടേ ജൂലൈ മാസത്തിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവൈൻ ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെന്റർ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഡിവൈൻ ആയിട്ട് തന്നെ ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. അവർ നിങ്ങളിങ്ങനെ ഗൈഡ് ചെയ്യും കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്താനായിട്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഗൈഡൻസ് ഒക്കെ നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അറിവുകൾ നേടാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്ത് സ്വപ്നമാണോ നിങ്ങൾക്കുള്ളത്, എന്ത് ലക്ഷ്യമാണോ ഉള്ളത് അതിലേക്ക് എത്താൻ നിങ്ങൾക്ക്
സഹായകമാകുന്ന, അതിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും അല്ലേ, ചില അറിവുകളുണ്ടാവും. അത് നേടിയെടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കും. അതൊക്കെ നേടിയെടുക്കാൻ അവസരം കിട്ടുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് അടുക്കുന്നതിന് പലതരത്തിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും ഈ ജൂലൈ മാസത്തിൽ. ആ വരുന്ന സപ്പോർട്ടുകളെല്ലാം നിങ്ങൾ സ്വീകരിക്കണം. പിന്നെ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ കരിയറിൽ. അത് ഇനിയും ഉണ്ടാകും എന്നൊരു വിചാരം വേണ്ട, അത് അവസാനിക്കുകയാണ്. ഓക്കെ, അത് അവസാനിക്കുകയാണ്. ജൂലൈ മാസത്തിലെ തൊട്ട് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ്. ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്ട്രഗിളിങ് പീരീഡിൻ്റെ അവസാനമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞു പോയ കാലത്തിലെ പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തികൾ, ഓക്കെ, ആ അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുന്ന ആ ഒരു പ്രവണത നിങ്ങൾ ഇല്ലാതെ ആക്കണം. ആ പ്രവണത വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതം, ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റ്, ഭാവിയിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിലാണ് നിങ്ങളുടെ ഫോക്കസ് അയക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞു പോയതിലല്ല. ഇനി കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 3 നൽകാനുള്ളത്? നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നല്ലതായിട്ട് തന്നെ എല്ലാം ഇനി അങ്ങോട്ട് സംഭവിക്കും. ലൈഫ്, അതായത് ഫാമിലിയുമായിട്ടുള്ള, ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം എപ്പോഴും നല്ല രീതിയിലായിരിക്കും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളോട് പെരുമാറുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും ജൂലൈ മാസത്തിൽ. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതങ്ങനെ തന്നെയാവും, ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ആ വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ അത്രയും നന്നായി പെരുമാറുമ്പോൾ നിങ്ങളും അത് റെസിപ്രോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി കൊളീഗ്സും ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാനുള്ളത്? ഒരു ടവർ മൊമെന്റ് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഹീലിംഗ് എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവസാനിച്ചതാണ്. പിന്നെ അതിലേക്ക് വീണ്ടും പോവാതിരിക്കുക. ഓക്കെ, അവസാനിച്ച കാര്യങ്ങൾ അവസാനിച്ചു, പിന്നെ അതിലേക്ക് നിങ്ങൾ വീണ്ടും എന്നാലും അങ്ങനെ ഉണ്ടായില്ലേ, എന്നാലും ഇങ്ങനെ ഉണ്ടായില്ലേ, അത് പാടില്ല. അത് കഴിഞ്ഞതാണ്. പരസ്പരം വളരെയധികം ഒരു സ്വസ്ഥമായ സമയമാണ് ഉണ്ടായിരിക്കുക. ആ സ്വസ്ഥമായ സമയം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് പ്രയോറിറ്റി കൊടുക്കണം ഈ ഒരു കണക്ഷനിൽ, പ്രത്യേകിച്ച് സുഹൃത്ത് ബന്ധങ്ങളിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അവർ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് വളരെ സൗമ്യമായിട്ട് പറയാം, അവസാനിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം, അതിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ കഴിഞ്ഞു പോയതിനെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്നാലും അങ്ങനെ ഉണ്ടായതല്ല, അന്നിങ്ങനെ പറഞ്ഞില്ലേ, എനിക്കറിയാം, അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ, അതൊന്നും പാടില്ല. ഹീലയാകാണ് അല്ലേ, മാറ്റങ്ങൾ വരികയാണ്, ഒരു നല്ല സമയമാണ് വരുന്നത്. അപ്പോൾ ആ നല്ല സമയത്തിലായിരിക്കുക. കഴിഞ്ഞു പോയതിനെ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് ആ ഒരു നല്ല സമയത്തിനെ മോശമാക്കാതിരിക്കുക. പിന്നെ എല്ലാത്തിലുപരി നിങ്ങൾക്ക് സമയം കണ്ടെത്തുക. നിങ്ങളുമായിട്ട് ഉള്ള ഒരു സെൽഫ് ലവ് ടൈം നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ എനർജി വളരെ മാഗ്നറ്റിക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ കേൾക്കുന്നത് ചൂസ് വൈസ്ലി. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്ലൈൻഡ്ലി വരുന്ന എല്ലാവരെയും സുഹൃത്തുക്കളാക്കരുത്. നിങ്ങൾ കൃത്യമായൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. നിങ്ങൾക്കൊരു ക്രൈറ്റീരിയ ഉണ്ടാവും അല്ലേ, അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ മാത്രം അവരെ നിങ്ങളുടെ ഇന്നർ സർക്കിളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ജൂലൈ മാസത്തിലേക്ക് എന്ത് ഗൈഡൻസ് ആണ് ഗ്രൂപ്പ് 3 നൽകാനുള്ളത്? നിങ്ങളോട് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രസന്റ് മൊമെന്റിലായി മുന്നോട്ട് പോകുക. ഓക്കെ, ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞു പോയതിലും ഫോക്കസ് ചെയ്യേണ്ട. ഇനി വരാനിരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കണ്ട. പ്രസന്റ് മൊമെന്റിലാകുക, മുന്നോട്ട് പോവുക. നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ പുതിയ റിലേഷൻ ഉണ്ടാകാം. ഓക്കെ, പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കുമോ, നിങ്ങൾക്ക് നല്ലതായിരിക്കും, നിങ്ങൾ വേദനിക്കും, അങ്ങനത്തെ കുറേ ടെൻഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഈ വരുന്ന പുതിയ എനർജീസ്, അപ്പോൾ എന്താ വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരു പുതിയ എനർജി, ഒരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്.
നിങ്ങളുടെ ഇടയിൽ ഒരു നല്ല സമയം, അപ്പോൾ നിങ്ങൾ ഓൾറെഡി പാർട്ട്നേഴ്സാണ്, നിങ്ങൾ മാരീഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വളരെ നല്ലൊരു സമയം കാണുന്നു, വളരെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സമയം കാണുന്നു, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ടൈം കാണുന്നു. നിങ്ങൾ ആ മൊമെൻറ്റിലായിരിക്കുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ പരസ്പരം വളരെയധികം ഒരു സ്നേഹം, ഒരു ബോണ്ടിങ് ഒക്കെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഓവർ തിങ്ക് ചെയ്യാനും നിൽക്കരുത്. ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലായിക്കൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. പ്രസൻറ്റ് മൊമെൻറ്റിലായിരുന്നുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് സൈഡ്, നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ സൈഡിനെ മാക്സിമം എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എംപ്രസ് എനർജിയാണ് കാണുന്നത്. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ആയിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്, കെയറിങ്, കമ്പാഷനേറ്റ് സൈഡ് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർക്കായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക. ഓക്കെ, വളരെ ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്യുക, സമയമെടുത്ത് ഒരുങ്ങുക. അതൊക്കെ ആ ഒരു ഫെമിനിൻ എനർജിയിൽ നിങ്ങൾ എത്രത്തോളം എംപ്രസ് എനർജിയിലായിരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ പാർട്ട്ണറിനുള്ള കണക്ഷൻ, ആ ഒരു ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയിരിക്കും. ആ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്ത്രീ എന്ന് മാത്രമല്ല. ഓക്കെ, അത് സ്ത്രീയാകാം പുരുഷനാകാം, പക്ഷെ ആ ഒരു എനർജി അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ വല്ലാതെ നിങ്ങളിലേക്ക് ഒരു അട്രാക്റ്റഡ് ആകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കണം. നിങ്ങളുടെ എനർജിയിലുള്ള ഷിഫ്റ്റാണ്, നിങ്ങളുടെ എനർജിയിൽ സംഭവിക്കുന്ന ഷിഫ്റ്റാണെന്ന് മനസ്സിലാക്കുക. ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ആ പ്രണയ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യാതെ സ്വീകരിക്കുക. യൂണിവേഴ്സിനോട് നന്ദി പറയുക, അതിനെ അക്നോളജ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓരോ കാര്യങ്ങളും ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പുതിയ ആളെ മീറ്റ് ചെയ്യുക, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, പൊട്ടൻഷ്യൽ പാർട്ട്ണറെ മീറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു എംപ്രസ് എനർജിയിലായിരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജിസ്റ്റ്, നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ അതായത് എംപ്രസ് എനർജിയിലാകാന്ന് പറയുമ്പോൾ എന്താണ്, വളരെ സോഫ്റ്റ്, കെയറിങ്, കമ്പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ എന്താ പറയുക, സ്വയം സെൽഫ് കെയർ ഉള്ള ഒരാളാണ്. മാത്രമല്ല ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോവില്ല. എന്തൊക്കെയാണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് ലൈഫിലേക്ക് കൃത്യസമയത്ത് വരും എന്ന് വിശ്വാസമുള്ള ഒരാളാണ്. അതിനെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ്. ആ പ്രസൻറ്റ് മൊമെൻ്റ് ആയിക്കൊണ്ട് ഒന്നിനെയും കൺട്രോൾ ചെയ്യാതെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് എംപ്രസ് എനർജി. അതിലാണ് നിങ്ങളും ആയിരിക്കേണ്ടത്. ഇനി ഗ്രൂപ്പ് 3യുടെ ജൂലൈ 2025 ബന്ധപ്പെട്ട റീഡിംഗ് ആണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടവർക്ക് എന്തൊക്കെ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നൽകാനായിട്ടുള്ളത്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നു. നിങ്ങൾ ജനിച്ച ദിവസം ഞായറാഴ്ച ആയിരിക്കാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ജൂലൈ മാസത്തിൽ ഏതൊരു കാര്യം പുതിയതായി തുടങ്ങുമ്പോൾ ഞായറാഴ്ച തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സോഡിയാക് സൈൻ സൺ മൂൺ റൈസിംഗിൽ സാജിറ്റേറിയസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാകാം, അതിനൊരു സാധ്യത കാണുന്നു. പിന്നെ ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 7, 14, 23 ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. സമ്മർ സീസണിൽ വരുന്ന മാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ് ആണ്. ഓക്കെ, ഈ പറയുന്ന മെയ് മാസം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ മാർച്ച്, ഏപ്രിൽ, മെയ്, പിന്നെ ജൂൺ, നവംബർ ഇതിലേതെങ്കിലും നിങ്ങളുടെ ജനനമാസം ആകാം, അതും കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് സമ്മർ സീസൺ ആയിരിക്കും. ഓക്കെ, അതും ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പിന്നെ നിങ്ങളുടെ പേരിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് K അല്ലെങ്കിൽ P ആയിരിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ പറഞ്ഞ ലെറ്റേഴ്സ് ഉണ്ടാകാം. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് ലഭിച്ച ഗൈഡൻസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ജൂലൈ മാസം ഏറ്റവും മികച്ചതാക്കുക. ഓക്കെ,
മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു ജൂലൈ 2025 ആശംസിക്കുന്നു. താങ്ക്